നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ഫ്രഷ് ക്രീം വീട്ടിലെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് പാല്, വീട്ടിൽ വാങ്ങുന്ന പാലോ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പാലോ ആയാലും മതി. അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഞാൻ ഈ കുപ്പിക്കകത്ത് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ പാട കിട്ടും. അത് നമുക്ക് കളക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ അത് ചിലപ്പോൾ ഫുള്ളായിട്ട് കിട്ടണം എന്നില്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ച് വേണമെങ്കിൽ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ദിവസത്തെ പാട ഒന്ന് കളക്ട് ചെയ്ത് നമുക്ക് വെക്കാം. ഇങ്ങനെ ഓരോ ദിവസത്തെയും പാട കളക്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ അടച്ച് ഫ്രീസറിൽ വെച്ചേക്കും. പാല് തിളപ്പിച്ചിട്ടോ അല്ലാതെ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ചോറ്റുപാത്രത്തിലോ ഒമ്പതിലോ ഒക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് നല്ല കട്ടിക്ക് നെയ്യ് അടിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ചേറെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാട കുറച്ച് ക്വാണ്ടിറ്റി ആകുമ്പോഴേക്കും നമുക്ക് എടുത്തിട്ട് ഇതുപോലൊരു മിക്സറിനകത്തിലേക്കിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ ആദ്യമേ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു കട്ടിയൊക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് കിട്ടും. ഇത് ഇതുപോലെ നാക്കിയെടുത്തിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് ഒരു അല്പം പാൽ ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്കിത് ഈ ഒരു പരുവത്തിൽ ഫ്രഷ് ക്രീം കിട്ടും. ഇത് നമ്മൾ കളക്ട് ചെയ്ത് സൂക്ഷിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇതുവരെ ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ.